ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ മനോജ് ശാസ്ത്രി അവറുകളെ, സുലേഖ ടീച്ചർ, അനിൽ സാർ, മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങളെ, സ്നേഹനിധികളായ മുഴുവൻ ഗ്രൂപ്പ് അംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവനെ അറിയണമെങ്കിൽ ഗുരുവിൻ്റെ കൃതികളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ യഥാർത്ഥമായ ഗുരുവിനെ അറിയുവാൻ കഴിയുകയുള്ളൂ. ഗുരുവിനെ അറിയുക, ആ അറിവിൽ ജീവിക്കുക. ഗുരുദേവൻ്റെ ദർശനം അറിഞ്ഞ ഏതൊരാൾക്കും ഉയർന്നു നിൽക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെള്ളത്തിൽ താമരയുടെ ഇല നിൽക്കുന്നത് പോലെ ഏത് പ്രതിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ഈ ദർശനത്തിലൂടെ നമുക്ക് ഉയർന്നു നിൽക്കുവാൻ സാധിക്കും. ഇതിന് ഗുരുദേവ കൃതികൾ പഠിക്കണം. നമ്മുടെ ഈ കൂട്ടായ്മയിലെ ഗുരുദേവ കൃതികളിലൂടെയുള്ള ആഴത്തിലുള്ള സഞ്ചാരത്തിന് ചുക്കാൻ പിടിക്കുന്ന ഇതിലെ മുഖ്യ ആചാര്യ അഡ്മിൻ പാനൽ അംഗങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ആദ്യം അറിയിക്കുന്നു. നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഈ ഉദ്യമത്തിൽ ഒരു ചെറു കണിക പോലെ പങ്കാളിത്തം വഹിക്കുവാൻ ഭഗവാന്റെ കൃപാകടാക്ഷത്തിൽ എനിക്കും അവസരം കിട്ടിയതിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ കൃത്യം ഇവിടെ ആരംഭിക്കട്ടെ. ജനനി നവരത്ന മഞ്ചരി എന്ന 9 രത്നങ്ങൾ ചേർത്ത് വച്ചിരിക്കുന്ന മനോഹരമായ പൂങ്കുലയിലെ 3ാമത്തെ രത്നത്തിൻ്റെ ശോഭയുടെ വർണ്ണനയാണ് ഈ എളിയവനിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. 1908 ശാരദാ മഠത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തിയ ശേഷം ഭഗവാനിൽ നിന്ന് ജന്മം കൊണ്ട നവരത്നങ്ങളാണ് ജനനി നവരത്ന മഞ്ചരി. ഗുരുവിൻ്റെ അതുല്യമായ കവിത്വശക്തി നിറഞ്ഞു നിൽക്കുന്ന ഈ കൃതി സംഗീതസ്വാമി എന്നറിയപ്പെടുന്ന സുഗുണാനന്ദഗിരി സ്വാമികൾക്കാണ് ഭഗവാനിൽ നിന്നും കേട്ടെഴുതുവാൻ ഭാഗ്യം സിദ്ധിച്ചത്. പേരുകൊണ്ട് ദേവീസ്തുതിയായി തോന്നാമെങ്കിലും ഈ നവരത്നങ്ങളിലെ ഓരോ മുത്തുമണികളിലും ഉജ്ജ്വലമായ വേദാന്ത കൃതി ഒളിഞ്ഞിരിക്കുന്നു. ജനനി നവരത്ന മഞ്ചരി എന്ന ദേവിക്ക് അർപ്പിക്കുന്ന 9 പദ്യങ്ങളടങ്ങുന്ന ഒരു പൂങ്കല എന്ന അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. ഈ കൃതിയുടെ പേര് മാത്രം അറിയാവുന്ന ഒരാൾ ഇത് ദേവിയെ സ്തുതിക്കുന്ന ഒരു കൃതി മാത്രമാണെന്ന് തോന്നും. എന്നാൽ ഈ രത്നങ്ങളുടെ പ്രകാശം ഉള്ളിലേക്ക് കടന്നു വീഴുന്ന ഒരാൾക്ക് ഉജ്ജ്വലമായ വേദാന്ത കൃതിയായി തോന്നും. ഞാൻ കാണുന്ന വസ്തുക്കളും ആ വസ്തുവിനെ സംബന്ധിച്ച അറിവും ഇങ്ങനെ പ്രപഞ്ചത്തെ അറിവിൻ്റെ 3 പുടങ്ങളായി ഭഗവാൻ പരിമിതപ്പെടുത്തി കാച്ചിക്കുറുക്കി നമുക്ക് തന്നു. ഇതിൻ്റെ സത്ത നാം മനസ്സിലാക്കണം. ഏറ്റവും വിലപിടിച്ച വസ്തുവാണ് രത്നങ്ങൾ. ഇരുമ്പും ചെമ്പും സൂക്ഷിക്കുന്ന സ്ഥലത്തല്ലല്ലോ രത്നങ്ങൾ സൂക്ഷിക്കുന്നത്. ഇരുമ്പും ചെമ്പും കിടക്കുന്നത് പോലെ രത്നങ്ങൾ കാണില്ല. അത് വിലപിടിച്ചതാണ്. അറിവിൻ്റെ ദേവതയായ ശാരദയെ ജനനിയായി ചിത്രീകരിച്ച് ആണ് ഗുരു നമുക്ക് ജനനി നവരത്ന മഞ്ചരി എന്ന കൃതി നൽകിയിരിക്കുന്നത്. പരമാത്മാവിലെ ശക്തി അവിദ്യയെന്നും വിദ്യയെന്നും രണ്ടായി പിരിയുന്നു. അഖണ്ഡ സത്യത്തെ കാട്ടി സുഖം തരുന്ന ശക്തിയാണ് വിദ്യ. പലതും കാട്ടി ഭ്രമിക്കുന്ന ശക്തി അവിദ്യ. ജനനി വിദ്യാശക്തിയാണ്. നവരത്നങ്ങളായി നമുക്ക് നൽകിയിരിക്കുന്ന ഈ കൃതിയിലൂടെ സത്യാനുഭവത്തിൻ്റെ രഹസ്യം ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. 3ാം പദ്യത്തിലേക്ക് കടക്കാം. ഉണ്ടായി മാറു അറിവുണ്ടായി മുന്നം ഇതു കണ്ടാടുമംഗമകവും കൊണ്ട 1000 തരമിരുണ്ടാശയം പ്രതി ചുരുണ്ടാമഹസിൽ മറയും
കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ല അറിവ കണ്ടാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധുണ്ടാരമിക്കും ഒരു വണ്ടാണു സൂരി സുഹൃതി. ഇതിൻ്റെ പദങ്ങൾ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് കൂടുതൽ അർത്ഥതലത്തിലേക്ക് പോകുവാനായി സാധിക്കും. ഉണ്ടായി മാറും അറിവ്. ഉണ്ടായി മുന്നം. ഇത് കണ്ടാടും അംഗം അകവും കൊണ്ട്. ആയിരം തരം ഇരുണ്ട്. ആശയം പ്രതി ചുരുണ്ട്. ആ മഹസിൽ മറയും. കണ്ടാലും ഈ നിലയിൽ. ഉണ്ടാക ഇല്ല അറിവ്. അഖണ്ഡാനുഭൂതിയിൽ ഏഴും. തണ്ടാരിൽ വീണു മധു ഉണ്ട്. ആരനിക്കും ഒരു വണ്ടാണ് സൂരി സുഹൃതി. നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമാകേണ്ടതാണ് ഗുരുവിൻ്റെ ഓരോ വാക്കുകളും. സമസ്ത പദങ്ങൾ ചേർത്താണ് കവിതകൾ എഴുതുന്നത്. ഗുരുവിൻ്റെ കൃതികൾ കവിതകളാണല്ലോ, അർത്ഥങ്ങൾ കാച്ചിക്കുറുക്കിയതാണ്. വാക്കുകളിൽ നിറച്ചിരിക്കുന്നത് അതിൻ്റെ സാരസത്യയെ ചെറിയ ചെറിയ വാക്കുകളിലൂടെയാണ് ഗുരു നമുക്ക് തന്നിരിക്കുന്നത്. ആ വാക്കുകളെ പ്രണയപൂർവം സ്വീകരിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഗുരു ഏതൊരു അർത്ഥത്തെയാണോ അതിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്നത് ആ അർത്ഥത്തെ നാം മനസ്സിലാക്കണം. ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നം. മുന്നം എന്നത് മലയാള പദത്തിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആദിയിൽ എന്നാണ് അർത്ഥം. മുന്നം സംസ്കൃത പദത്തിലാണെങ്കിൽ അഗ്രേ എന്നാണ്. ദർശനമാലയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, ആസീദഗ്രേ അസദേവേദം ഭുവനം സ്വപ്നവത് പുനഃ സസർജ സർവം സങ്കൽപ്പമാത്രേണ പരമേശ്വര. അഗ്രേ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് മുമ്പ്. അതാണ് മുന്നം എന്ന് പറയുന്നത്. മുന്നം സൃഷ്ടികാലത്ത് ഏകമായ മാമതി, ഏകമായ സത്യം ഉണ്ടായി. ഏകമായ സത്ത അനേകമാവുന്നതാണ് സൃഷ്ടി എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പഠിച്ചു, ഒന്നായ മാമതിയിൽ നിന്ന് ത്രിപുടികളായിട്ട് എണ്ണമറ്റ ത്രിപുടികളായിട്ട് മാറി. അതാണ് സൃഷ്ടി എന്ന് പറയുന്നത്. ഏകമായിരുന്ന സത്യം അനേകമാകുന്നതാണ് ഇവിടെ ഗുരു ഉണ്ടായി മാറും അറിവ് ഉണ്ടായി മുന്നം എന്ന് പറയുന്നത്. നിരുപാധികമായ ബോധം ഉപാധികളോടുകൂടി ഏകമായ വെളിച്ചം ബഹിർഗമിക്കുവാൻ തുടങ്ങി. അതാണ് സൃഷ്ടി എന്ന് പറയുന്നത്. സൃഷ്ടികൾ രണ്ട് വിധത്തിലുണ്ട്. ക്രമസൃഷ്ടിയെന്നും യുഗപത് സൃഷ്ടിയെന്നും രണ്ട് തരത്തിൽ സൃഷ്ടികൾ ഉണ്ട്. ക്രമപ്രകാരം ഉണ്ടാകുന്നത് ക്രമസൃഷ്ടിയെന്നും പെട്ടെന്നുണ്ടാകുന്നത് യുഗപത് സൃഷ്ടി എന്നും പറയുന്നു. ഒന്നിച്ചനുഭവിക്കുന്നതാണ് യുഗപത് സൃഷ്ടി. ഈ സൃഷ്ടിയെ ഗുരു നിരാകരിക്കുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ ഈ പ്രപഞ്ചം ഉണർന്നു വരുന്നു. ആത്മാവിൽ നിന്ന് തന്നെയാണ് പ്രപഞ്ചം ഉണരുന്നത്. സങ്കല്പമുണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ. സങ്കല്പമില്ലെങ്കിൽ പ്രപഞ്ചവുമില്ല. ദർശനമാലയിൽ ഭഗവാൻ പറയുന്നു, സസർജ സർവം സങ്കല്പമാത്രേണ പരമേശ്വര. പരമേശ്വരൻ പ്രപഞ്ചത്തെ സങ്കല്പമാത്രേണയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദുഃഖം നമ്മുടെ ആത്മാവിൻ്റെ സ്വഭാവമല്ല. ആത്മാവിൻ്റെ സ്വഭാവം ശുദ്ധമായ ആനന്ദമാണ്. ആത്മാവിൽ നിന്ന് ലഭിക്കുന്ന സുഖമാണ് വസ്തുസുഖമായി നാം കരുതുന്നത്. വസ്തുസുഖം തേടി നാം അലഞ്ഞു നടക്കുന്നു. വേദാന്തികൾ പറയുന്ന ഒട്ടകത്തിൻ്റെ കഥ പോലെ, ഒട്ടകം കള്ളിമുൾ ചെടി തിന്നുമ്പോൾ അതിൻ്റെ വായ് പൊട്ടി ചോരയും അത് കഴിക്കുമ്പോൾ ഒട്ടകത്തിനുണ്ടാകുന്ന തോന്നൽ കള്ളിമുൾ ചെടിയുടെ നീരാണെന്നാണ്. ഇത് വെറും തോന്നൽ മാത്രമാണ്. സത്യത്തിൽ ഒട്ടകത്തിൻ്റെ ചോര തന്നെയാണ് കള്ളിമുൾ ചെടിയുടെ നീരായി ഒട്ടകത്തിന് തോന്നിയത്. ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നം എന്ന് പറയുന്നത് പ്രപഞ്ചമുണ്ടായി
എന്നാണ് മനസ്സിലാക്കേണ്ടത്. 6 തരത്തിലുള്ള മാറ്റങ്ങൾ പ്രപഞ്ചത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആത്മാവിന് ക്രിയയില്ല, പ്രപഞ്ചത്തിന് ക്രിയയുണ്ട്. പ്രപഞ്ചം എന്നത് നമുക്ക് അനുഭവപ്പെടുന്നതാണ്, ജ്ഞാനിക്ക് അത് അനുഭവപ്പെടില്ല. ജ്ഞാനിക്ക് സത്തുലക്, അജ്ഞന് ഇത് അപ്രകാശം എന്ന് ഗുരു അദ്വൈത ദീപികയിൽ പറയുന്നു. ഷഡ്വികാരങ്ങൾ, അതായത് ജഡവികാരങ്ങൾ നിറഞ്ഞതാണ് പ്രപഞ്ചം. ഉണ്ടായിരിക്കുക, ജനിക്കുക, വളരുക, രൂപം മാറുക, ക്ഷയിക്കുക, അപ്രത്യക്ഷമാകുക. അനേകത്തിൽ കണ്ണ് തുറന്നിരിക്കുന്നു, ഏകത്തിൽ അന്ധനായിരിക്കുന്നു. ഏകത്തിലാണ് കണ്ണ് തുറക്കേണ്ടത്. ഗുരു ആത്മോപദേശ ശതകത്തിലൂടെ പറയുന്നു: ഉണരണം, ഇന്നി ഉറങ്ങണം, ഭുജിച്ചിടണം, അശനം പുണരേണം എന്നിവണ്ണം അണയുമനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. ഈ പ്രപഞ്ചം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ അകം എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. അകമെന്നത് അന്ധക്കരണം, അംഗം പഞ്ചേന്ദ്രിയങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങളാണ് അംഗം എന്ന് ഗുരു ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ലോക വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് ആടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സ് ചാഞ്ചാടിക്കൊണ്ടേയിരിക്കുന്നു. ആടും അംഗമകവും ആയിട്ടാണ് നാം ജീവിക്കുന്നത്. ഓരോ വിഷയത്തോടുമുള്ള നമ്മുടെ വിരോധവും സ്നേഹവും വൈരാഗ്യവും അങ്ങനെ മറ്റു പലതും നമ്മളിൽ ഉണ്ടാവും. മനസ്സ് സ്ഥൈര്യമുള്ളതല്ല, സ്ഥിരമായ ഒന്നിൽ മാത്രമല്ല മനസ്സ് വിഷയങ്ങളിലാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത്. ആത്മാവിൽ സ്ഥിരതയുണ്ടാവും. അതുകൊണ്ട് മനസ്സ് ചാഞ്ചാടിക്കൊണ്ടേയിരിക്കുന്നു, അതിന് ഏകാഗ്രതയില്ല. വിഷയങ്ങൾ ഷഡ്വികാരങ്ങളുണ്ട്. ഗുരു ആത്മോപദേശ ശതകത്തിൽ പറയുന്നു: ഒളി മുതലാം പഴം 5 മുണ്ട് നാറും, നളികയിലേറി നയേന മാറിയാടും, കിളികളെ 5 അരിഞ്ഞു കീഴ്മറിക്കും, വെളിവിരുവേന്തി അകം വിളങ്ങിയിടേണം. കിളികളെപ്പോലെ ഒരു കൊമ്പിൽ നിന്ന് വേറൊരു കൊമ്പിലേക്ക് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ പ്രകൃതത്വത്തെ ഒരു ഉപമയിലൂടെ, പഴങ്ങളുള്ള ഒരു മരത്തിൽ കിളികൾ ഒരു പഴത്തിൽ കൊത്തി അടുത്ത പഴത്തിൽ കൊത്തിക്കൊണ്ട് ഇങ്ങനെ രുചിച്ചു നോക്കും, മുഴുവനും തിന്നുകയില്ല. അടുത്ത പഴത്തിൽ വീണ്ടും രുചിച്ചു നോക്കും, അടുത്ത കൊമ്പിലേക്ക് ചാടും, അടുത്തത് കൊത്തി നോക്കും, ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇന്ദ്രിയങ്ങളുടെ സ്വഭാവവും നമ്മുടെ ജീവിതവുമായി നോക്കിയാൽ ഇത് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഇഷ്ടങ്ങൾ ഓരോ ദിവസവും എത്രയുണ്ടെന്ന് നമുക്ക് ഒന്ന് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കും. കിളികളെപ്പോലെ സ്ഥിരതയില്ലാതെ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുന്നു, അച്ഛനെ, അമ്മയെ, കുട്ടികളെ, അങ്ങനെ പലതും നമ്മൾ ഉപേക്ഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. പലതരങ്ങളിൽ ഈ ഇഷ്ടക്കേടുകൾ ഉണ്ടാകുന്നു. ചിലപ്പോൾ പുസ്തകപാരായണം, സിനിമ, മദ്യപിക്കണമെന്ന തോന്നൽ, ഏകാന്തത, ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ചാഞ്ചാട്ടത്തിൻ്റെ ലക്ഷണങ്ങളാണ്. സ്ഥൈര്യം നമുക്കില്ല, ജീവിതത്തിൽ സ്ഥിരമായി നമുക്ക് ഒരു ഭാവവുമില്ല. തൻ്റെ ആത്മാവിനെ അഥവാ ബോധത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ നാം അഴിച്ചു വിടുകയാണ്. ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടത്ര ശിക്ഷണം കൊടുക്കുവാൻ നമുക്ക് അറിയാതെ വരും. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ അതിൻ്റെ വഴിയിലൂടെ പോയി തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ഒരു വിരാമമുണ്ടെന്നും ആ വിരാമം ഇവിടെ സാധ്യമാകുന്നുവെന്നും എവിടെ സാധ്യമാകുന്നുവെന്നും നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്: 1000 തരം ഇരുണ്ട് 1000 പ്രതി ചുരുണ്ട് ആ മകസിൽ മറയും. ഇവിടെ ഈ വരികൾ ശ്രദ്ധേയമാണ്. ഇതിന് ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പരിജ്ഞാനത്തോടു കൂടിയാണ് ഈ വരികൾ ഗുരു എഴുതപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ 1000 തരത്തിലുള്ള ഇരുട്ടുകളാണ് അവൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത്. ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുമ്പോൾ രാഗദ്വേഷ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മളിൽ നിക്ഷേപിക്കുന്നത് സംസ്കാരമാണ്. എല്ലാ അനുഭവങ്ങളും മനുഷ്യനെ സംസ്കാരത്തിലേക്ക് ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നു. സംസ്കാരം ഇരുണ്ടതായിരിക്കും. ഇന്നലെ ചെയ്ത ഒരു പ്രവൃത്തിക്ക് സുഖമുണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നും ആ പ്രവൃത്തി ചെയ്യുവാനായി നാം പോകും. ആ സുഖം തേടി
നമ്മൾ എവിടെ വേണേലും യാത്ര ചെയ്യും. ഇന്നലെ ചെയ്ത പ്രവൃത്തി ദുഃഖമാണെങ്കിൽ ആ പ്രവൃത്തി ഒഴിവാക്കുവാൻ ശ്രമിക്കും. ഇങ്ങനെ ഒഴിവാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രവണത സംസ്കാരത്തിലുണ്ട്. അതുകൊണ്ടാണ് സംസ്കാരം ഇരുണ്ടു പോകുന്നത്. ഈ സംസ്കാരം ഇരുണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഓരോ ആശയവും അങ്ങ് ചുരുണ്ടിരിക്കുന്നത്. അതായത് അജ്ഞാനത്തിലെത്തുന്നു, ശരീരം മരിക്കുന്നു, ആശയം മരിക്കുന്നില്ല. ജ്ഞാനം കൊണ്ടേ ആശയം നശിക്കുകയുള്ളൂ. ആ മഗസിൽ മറയും. മഗസ് എന്ന വാക്കിന് പ്രകാശമെന്നും അറിവെന്നും അർത്ഥമുണ്ട്. അറിവിൽ നിന്നുണ്ടായി അറിവിൽ നിലനിന്ന് അറിവിലേക്ക് തന്നെ പോകുന്നു. ഈ ചക്രം നമ്മൾ കാണണം. കടലിൽ ഒരു തിര ഉയർന്ന് അല്പനേരം നിലനിന്ന് വീണ്ടും കടലിലേക്ക് തന്നെ പോകുന്നത് പോലെയാണ് ജീവിതാനുഭവം. എല്ലാ അനുഭവങ്ങളുടെയും സ്രോതസ് അറിവാണ്. എന്നാൽ അറിവിൽ നിന്നുണ്ടായി കുറച്ചു നേരം ജീവിതഭാവത്തിൻ്റെ കൂടെ നിന്ന് വീണ്ടും അത് അറിവിലേക്ക് തന്നെ പോകുന്നു. ഉണ്ടായി മാറുന്ന അറിവൊന്നും ഞാനല്ല. ഞാൻ ബോധമാണെന്നുള്ള അറിവ് ഉണ്ടാകണം. അത് ഉണ്ടാവാതിരിക്കുവാൻ തടസ്സമാകുന്നത് ഇത് കണ്ട് ആടും അംഗമകവും കൊണ്ടാണ്. ഇത് കണ്ട് ആടിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ് എല്ലാത്തിനും തടസ്സം നിൽക്കുന്നത് എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൃതികളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ആത്മജ്ഞാനിയായി എന്ന്. എന്നാൽ ഗുരു അങ്ങനെയുള്ളവരോട് പറയുന്നു, കണ്ടാലും ഈ നിലയിൽ ഉണ്ടാകയില്ല അറിവ് അഖണ്ഡാനുഭൂതിയിലെഴും. ഇങ്ങനെ കണ്ടാലോ കേട്ടാലോ ഈ അറിവ് ഉണ്ടാകുകയില്ല. അത് അറിവ് അനുഭൂതിയാണ്, അനുഭവമല്ല. അനുഭൂതിയും അനുഭവവും രണ്ടാണ്. അനുഭവം ത്രിപിടികളുടെ തലത്തിലാണ്. എവിടെ അനുഭവമുണ്ടോ അവിടെ ത്രിപിടിയുണ്ട്. ത്രിപിടി എന്നാൽ അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, അറിയുക. ഈ 3 പ്രക്രിയകളാണ് ത്രിപുടി. അനുഭൂതിയിൽ ഇത് 3ഉം നശിച്ചു പോകും. അനുഭൂതിയിൽ ഇതെല്ലാം ഏകീഭവിക്കും. ഒന്ന് മാറി നിൽക്കുവാൻ പാടില്ല. അനുഭവിക്കുന്നവനും അനുഭവിക്കുന്ന വസ്തുവും അനുഭവവും ഒന്നായിത്തീരും. അനുഭൂതി ഉണ്ടാകുന്നത് ആർക്കാണെന്നാണ് ഗുരു അടുത്തതായി പറയുന്നത്. തണ്ടാരിൽ വീണം അത് ഉണ്ട്, ആ രമിക്കും ഒരു വണ്ടാണ് സുഹൃതി. സുഹൃതിയായ സൂര്യയാണ് യഥാർത്ഥത്തിൽ അനുഭൂതി അണയുന്ന മഹാത്മാവ്. നല്ല വഴിയിലൂടെ യാത്ര ചെയ്ത് ജ്ഞാനത്തെ അറിഞ്ഞവനാണ് സൂര്യ. സൂര്യ എന്നാൽ ജ്ഞാനം എന്ന അർത്ഥം. സൂര്യ ഒരു വണ്ടിനെ പോലെയാണ് ഭഗവാൻ ചിത്രീകരിച്ചിരിക്കുന്നത്. എത്ര മനോഹരമായ ഉപമയാണ് ഇവിടെ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത്. എവിടെയാണ് വണ്ടിരിക്കുന്നത്? തണ്ടാരിൽ വീണം, അഖണ്ഡാനുഭൂതിയിൽ നിന്നും മുളച്ചു വന്നിരിക്കുന്ന താമര. തണ്ടാർ എന്നാൽ താമര എന്നർത്ഥം. 1000 ദളങ്ങളുള്ള താമര ആനന്ദക്കടൽ പൊങ്ങി താനേ പരന്നൊഴുകുന്നത് പോലെയുള്ള അനുഭൂതി. താമര വിരിഞ്ഞിരിക്കുന്ന സമയത്ത് ആ താമരയുടെ അല്ലിക്കുടത്തിൽ തേൻ നുകരുവാനായി ഒരു വണ്ട് വരുന്നു. മൂളിപ്പാട്ടും പാടിയാണ് വണ്ടിൻ്റെ വരവ്. അല്ലിക്കൂടത്തിൽ ഇറങ്ങി തേൻ നുകർന്നു മധുവന്മത്തനായി ആ അല്ലിക്കൂടത്തിൽ തന്നെ ശയിക്കുന്നു, പുറത്തേക്ക് പോകുന്നില്ല. സന്ധ്യയായപ്പോൾ ആ താമരയുടെ ഇതളുകൾ കൂമ്പി വായു ലഭിക്കാത്ത വിധം അടഞ്ഞ് ആ വണ്ട് ഒരിക്കലും പുറത്തേക്ക് പോകാൻ കഴിയാത്ത വിധം കൂമ്പി നിൽക്കുന്നു. വണ്ട് ഒരിക്കലും പുറത്തേക്ക് കടക്കുവാൻ ശ്രമിക്കുന്നുമില്ല. കാരണം അതിലും വലിയ ആനന്ദത്തിലാണ് വണ്ട് ആ താമരക്കുള്ളിൽ ഇരിക്കുന്നത്. താമരയുടെ അല്ലിക്കൂടത്തിൽ വണ്ട് സമാധിയാകുന്നു. ആ സമാധി എന്നാൽ ജ്ഞാനികളുടെ സമാധി പോലെയാണ്. ആനന്ദബോധത്തിലിരിക്കുന്ന ജ്ഞാനി മരിക്കുന്നില്ല, ശരീരം വെടിയുക മാത്രമാണ് ചെയ്യുന്നത്. ശരീരത്തിൻ്റെ നാശത്തിൽ ഞാൻ മരിക്കുന്നു എന്ന് തോന്നുന്നവനാണ് മരണം. എന്നാൽ ആത്മാവിൽ മരണമില്ലാതെ ഇരിക്കുന്നവനാണ് സമാധിയാകുന്നത്. തണ്ടാരിൽ വീണും അത് ഉണ്ട് ആരമിക്കും ഒരു വണ്ടാണ് സൂര്യസുഹൃതി. ആനന്ദത്തിലാണ് ജീവിക്കുന്നത്. ആനന്ദം ആത്മതലത്തിലുള്ളതാണ്. ഗുരുവിൻ്റെ കൃതികളിലൂടെയുള്ള ഈ സഞ്ചാരത്തിൽ എല്ലാ സുഹൃതികൾക്കും തൃപ്പാദങ്ങളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഗുരുപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.